ഇന്ന് ഞാനൊരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കുന്നുണ്ട്. 1:2 റേഷ്യോയിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ. 1:2 റേഷ്യോ എന്ന് പറയുമ്പം 1/2 കപ്പ് ഷുഗറിന് 1 കപ്പ് വാട്ടർ എന്ന രീതിയിൽ എടുത്തിട്ട് അത് ബോയിൽ ചെയ്തെടുക്കുന്നതാണ്. 1 kg കേക്കിനാവുമ്പം ഞാൻ 1/2 കപ്പ് ഷുഗറും 1 കപ്പ് വാട്ടറും. അങ്ങനെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പഞ്ചും കാര്യങ്ങളും എല്ലാം അടുപ്പിച്ച് വെക്കണം കേട്ടോ. നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ കാര്യത്തിൽ പിന്നെ പറയേ വേണ്ട, നല്ല അടിപൊളി ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നെ വേറെ ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ക്രീം പ്രിസ്റ്റീൻ ചാമ്പിനാണ്. അത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്രീമാണ്. പിന്നെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചോക്ലേറ്റ് ഗനാഷ് വേണം. ഞാനിവിടെ 1:2 റേഷ്യോയിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1:2 റേഷ്യോ എന്ന് പറയുമ്പം 2 കപ്പ് ചോക്ലേറ്റിന് ഞാൻ കോമ്പൗണ്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കോമ്പൗണ്ടിന് 1 കപ്പ് ക്രീം, ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആ ഒരു റേഷ്യോയിൽ തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നന്നായി തണുപ്പിച്ചതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ പിന്നെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഞാൻ ഒട്ടും ഷുഗർ ആഡ് ചെയ്യാറില്ല കേട്ടോ ക്രീമിലൊന്നും. ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രീമിലും അത്യാവശ്യം നന്നായിട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം, ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇത് കുറച്ച് കൂടുതൽ ക്രീമുണ്ട്, ഞാൻ ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാനുള്ള കേക്കും ചോക്ലേറ്റ് ട്രഫിൾ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അത്യാവശ്യം കണക്കൊന്നും നോക്കാണ്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 1 kgയുടെ കേക്ക് എടുക്കുകയാണെങ്കിൽ 1 മുതൽ 1.25 കപ്പ് വരെ ക്രീം എടുത്താൽ മതി കേട്ടോ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് 1 കപ്പ് തന്നെ ധാരാളമാണ് കേട്ടോ. ക്രീം നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഓവർ സ്റ്റിഫായി പോവാത്ത ക്രീമൊക്കെ ആണെങ്കിൽ കറക്റ്റ് 1 കപ്പിൽ നമുക്ക് ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഒരുപാട് ടോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1.25 കപ്പ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറൊരു കേക്കിൻ്റെ വർക്കും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഗനാഷ് റെഡിയായി, ഷുഗർ സിറപ്പ് റെഡിയായി, ക്രീമും റെഡിയായി. ഇനി നമുക്കിത് കേക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. ഞാനൊരു വൈറ്റ് ബേസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ സ്പഞ്ച് ഒന്ന് സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമും അതിൻ്റെ മുകളിൽ കുറച്ച് ഗനാഷ്, അപ്പോൾ തോന്നിയൊരു കാര്യമാണ്, കുറച്ച് ഗനാഷും കൂടി അങ്ങനെ തൂർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഏത് ലെയർ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. താഴത്തെ ലെയറൊന്നോ മുകളിലത്തെ ലെയറൊന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഏത് ലെയർ വേണമെങ്കിലും വെക്കാറുണ്ട്. കഴിയുന്നതും ഞാൻ ഏറ്റവും താഴത്തെ ലെയർ താഴെ തന്നെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ബോട്ടിലിൻ്റെ അടപ്പിന് ഓട്ടിട്ടിട്ടാണ് കേട്ടോ ചെയ്യാറ്. എന്നിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അത്യാവശ്യം കൊടുത്തിട്ട് പിന്നെ അത് നന്നായിട്ട് പരത്തി കൊടുക്കാം. നല്ലോണം ഗനാഷ് കൊടുത്തിട്ടുള്ള ക്രീം ആയതുകൊണ്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണ് കേട്ടോ ഇത്. അത് നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം വലിയ തിക്നെസ് ഇല്ലാത്ത രീതിയിലേക്ക് എല്ലായിടത്തും ഒരുപോലെ ക്രീം എത്തുന്ന രീതിയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീം. എന്നിട്ട് സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ ഞാൻ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പാച്ചുല കൊണ്ടോ നന്നായിട്ട് പരത്തി കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കേക്ക് ഒരേ ഹൈറ്റിലും സൈഡിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചിട്ട് പോകണം കേട്ടോ. എന്നിട്ട് സെക്കൻഡ് ലെയറും അത്യാവശ്യം നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ വീണ്ടും ക്രീം വെച്ച് കൊടുക്കുക. ക്രീം വെച്ച് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എക്സസ് ക്രീമൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ എന്നിട്ട് അത് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് സൈഡിൽ അവിടെ ഉണ്ടാകും.
പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യും, ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റാക്കി വരും കേട്ടോ. അങ്ങനെ സെക്കൻഡ് ലെയറും നമ്മൾ ക്രീം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗനാശ കൊടുക്കുക. ഞാൻ ഇതിൽ ഗനാശ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ സ്ക്രൈപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ചെറിയൊരു ബൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനതിൽ ഗനാഷിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യമാണത്. എന്നിട്ട് തേർഡ് ലെയർ വെച്ച് കൊടുക്കുക. തേർഡ് ലെയർ ഞാൻ ഏറ്റവും ടോപ്പിലുള്ള ലെയറാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ക്രീം വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ ഗനാശ കൊടുക്കുന്നു. കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 1 കപ്പ് വാട്ടറും 1/2 കപ്പ് ഷുഗറും എടുക്കുകയാണെങ്കിൽ നമ്മുടെ 1 kg കേക്കിന് കറക്റ്റായിരിക്കും കേട്ടോ. ഒട്ടും കൂടുതലും ഉണ്ടാവില്ല, ഒട്ടും കുറവും ഉണ്ടാവില്ല. നമ്മൾ തേർഡ് ലെയർ വെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഷുഗർ സിറപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ അതൊരു കറക്റ്റ് മെഷർമെൻ്റ് ആണേ. ഈ ഒരു രീതിയിൽ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുകയാണെങ്കിൽ ഒരിക്കലും കേക്കിന് മധുരം കൂടിപ്പോയി എന്നുള്ള കംപ്ലൈൻറ്റോ മധുരം കുറഞ്ഞു പോയി എന്നുള്ള കംപ്ലൈൻറ്റോ വരാറില്ല കേട്ടോ. അതുപോലെ ഞാൻ ഒട്ടും ക്രീമിലും മധുരം ചേർക്കാറില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമൊക്കെ അത്യാവശ്യം മധുരമുള്ള ക്രീം ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ റിച്ചിൻ്റെ ക്രീം ആയിരിക്കും, അല്ലെങ്കിൽ റിച്ചിൻ്റെ ചാമ്പ്യൻ ആയിരിക്കും. ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ക്രീമിലും വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കാറില്ല. അപ്പം കേക്കിൻ്റെ മധുരം എപ്പോഴും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഒരു കേക്കിന് കുറഞ്ഞ മധുരം, ഒരു കേക്കിന് കൂടുതൽ മധുരം എന്നുള്ള രീതിയിലൊന്നും പോകില്ല. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാഷും മാക്സിമം അതിൽ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്യുന്ന ഡിസൈൻ അല്ല കേട്ടോ കൊടുക്കുന്നത്. ഇത് നമുക്കൊരു കസ്റ്റമൈസ്ഡ് കേക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ മാക്സിമം ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളാരും റേറ്റ് മേടിക്കുന്നതല്ലേ, ഒരു ചോക്ലേറ്റ് കേക്കിന് നമ്മൾ ഇത്ര റേറ്റ് എന്ന് പറയുമ്പം ആ കസ്റ്റമർക്ക് അതിനുള്ള സംഭവം നമ്മൾ കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ ഷുഗർ സിറപ്പ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. 1:2 റേഷ്യോയിൽ 1 കപ്പ് വാട്ടറിന് 1/2 കപ്പ് ഷുഗർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിരിക്കും. ഒട്ടും കുറവുണ്ടാവില്ല, ഓലെ ഒട്ടും ബാലൻസും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ ആണ് ഇപ്പം ഫസ്റ്റ് ക്രീം കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ലെയേഴ്സ് ഇങ്ങനെ ക്രീം കൊടുക്കുന്ന സമയത്ത് സൈഡിലേക്ക് തള്ളി നിൽക്കുന്ന ക്രീമിനെ നമുക്ക് ഈ സമയത്ത് റെഡിയാക്കി കൊണ്ടുവരാം. പിന്നെ അങ്ങനെ ആവുന്ന സമയത്ത് കുറച്ച് ക്രീം സൈഡിൽ കൊടുക്കേണ്ട ആവശ്യമേ വരുള്ളൂ. അങ്ങനെ ഞാൻ ഇത് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം. അങ്ങനെ ടോപ്പിലും കൂടി ക്രീം കൊടുത്തിട്ട് നമുക്ക് കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് കസ്റ്റമൈസ്ഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരേ ക്രീമിൽ ഐസിങ് ചെയ്തെടുക്കുന്നില്ല. സെപ്പറേറ്റ് നമുക്കിതിനെ ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. ഫൈനലൈസിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നിർബന്ധമായിട്ടും കേക്ക് ബോർഡ് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്ന കേക്കിന് 2 കളറ് കൊടുക്കുന്നുണ്ട്. ഒരു ലാവൻഡർ കളറും ഒരു പർപ്പിൾ കളറും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ സ്ക്രേപ്പറിലേക്കാണ് കുറച്ച് ലിക്വിഡ് കളറാണ് കേട്ടോ ചേർക്കുന്നത്. ലിക്വിഡ് കളറ് ആദ്യമൊക്കെ നമുക്ക് കേക്കിൽ യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ക്രീം മെൽറ്റായി പോകുമെന്നുള്ളതൊക്കെ പേടിച്ചിട്ട് ആദ്യം തന്നെ ഒരു വൈൻ കളറാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ക്രീമിലേക്ക് ലേശം പിങ്ക് കളറും അതുപോലെ ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു ലാവൻഡർ കളറ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ആദ്യം ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ എല്ലാ കളറും സെപ്പറേറ്റ് വാങ്ങുമായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ പ്രൈമറി കളേഴ്സ് വെച്ചിട്ട് നമ്മൾ കളേഴ്സ് ചെയ്തെടുത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ ക്രീമുകളിലേക്ക് ഇതുപോലെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാറാണ്. പിന്നെ നമ്മൾ പിന്നെയും പിങ്ക് കളറും ബ്ലൂ കളറൊക്കെ ചേർത്ത് കൂടുതൽ ക്രീമിലേക്ക് നമ്മൾ കളർ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കളേഴ്സ് കിട്ടും എന്നുള്ളൊരു ഐഡിയ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞ കളേഴ്സ് മേടിച്ച് വെച്ചാൽ മതിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നായിട്ട് 2 കളറും സെറ്റാക്കി സ്ക്രേപ്പറിൽ അങ്ങനെ റെഡിയാക്കിയിട്ട് പിന്നെ ക്രീമിൽ ഇങ്ങനെ കൊടുത്തതിന് ശേഷം കേക്ക് മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഡയറക്റ്റ് തന്നെയാണ് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നത്. ടോട്ടൽ ക്രീം കൊടുത്തതിന് ശേഷം സൈഡൊന്ന് സ്ക്രേപ്പ് ചെയ്ത്
പിന്നെ മുകൾ ഭാഗം ഇങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം സ്പാച്ചുല കൊണ്ട് ഇതുപോലൊരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ കേക്ക് ബോർഡ് ഒന്നുകൂടി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഒരു ബട്ടർഫ്ലൈ തീമാണ് കേട്ടോ. ലാവൻഡർ കളറിൽ ചെയ്തെടുത്തിട്ടുള്ള ഐസിങ് ചെയ്തെടുത്തിട്ടുള്ള കേക്കിൻ്റെ മുകളിലേക്ക് ലേസർ പ്രിൻറ്റിങ് ചെയ്ത് വെച്ചതിന് ശേഷം, ഇതുപോലെ ലേസർ പ്രിൻറ്റിങ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈസിനെ നമ്മൾ കേക്കിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബട്ടർഫ്ലൈസ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ കേക്കിൻ്റെ അവിടെ തട്ടണ സ്ഥലത്ത് ഞാൻ ചെറുതായിട്ട് ഒരു ഇൻസുലേഷൻ ടാപ്പ് എന്തെങ്കിലും കൊടുക്കൂട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് കേക്കിൻ്റെ മുകളിൽ തട്ടിയിട്ട് കേക്കിൻ്റെ വെറ്റ്നെസ് ബട്ടർഫ്ലൈസിലേക്ക് ഈ പേപ്പറിലേക്ക് പിടിക്കില്ല. അത് ഞാൻ പ്രത്യേകം കാണിക്കാത്തതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാം. എന്നിട്ട് ചെറിയ 2 ബ്ലാക്ക് ഫോക്സ് ബോൾസും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തികയാത്ത കുറച്ച് സ്ഥലം നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് പോലെ തോന്നിയ സമയത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഇമേജസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന സമയത്ത് നമ്മളടുത്ത് ഉണ്ടാവും കേട്ടോ. നമ്മൾ വേറെ ഒരു തീമാണ് എടുക്കുന്നെങ്കിൽ കൂടി ചില സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ ബട്ടർഫ്ലൈസിൻ്റെ ഇമേജസൊക്കെ പ്രിൻ്റ് എടുത്ത് വെക്കാറുണ്ട്. എന്നിട്ട് കുഞ്ഞ് വൈറ്റ് കളറ് ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷനും കൂടി പൂർത്തിയായിട്ടുണ്ട്. പിന്നെ തേർഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ക്യാൻഡിൽ ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ചെറിയൊരു മിനുക്ക് പണി കൂടി ചെയ്യാനുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഒരു വൈൻ കളറിൻ്റെ ഒരു എലമെൻറ്റും കൂടി ഇതിൽ വരുത്തണമെന്നുണ്ട്. കാരണം കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളറ് ഈ ഒരു വൈൻ കളറായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ആ ഒരു എലമെൻറ്റും കൂടി കേക്കിൽ വരുത്തണമെന്നും ആദ്യം തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനായിട്ട് കുറച്ചൊരു വൈൻ കളറ് ഇതുപോലെ ക്രീമിലാക്കി എടുത്തതിന് ശേഷം ഇങ്ങനൊരു ഐസിങ് നൈഫല്ല, ഈ നൈഫിന് എന്ത് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് നൈഫ് എടുത്തിട്ട് പിന്നെ ഈ ഒരു ലീഫിൻ്റെ പോലത്തെ ഡിസൈന് ഇതിലിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുമ്പം ഇതത്ര ലുക്കായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ചെയ്ത് ഫൈനൽ ഫോട്ടോസിലും ഡയറക്റ്റ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കസ്റ്റമേഴ്സിനും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന പിക്ചേഴ്സൊക്കെ ഞാനിതിൻ്റെ അവസാനത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ള ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിത് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം.